ഹായ്, ഞാൻ അദീബ്. ഇൻഫിനിക്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ എന്നുള്ളൊരു ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടിലോട്ട് പോകാം. ഇവിടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കമ്പനീനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓപ്പോ, വിവോ, റിയൽമി, റെഡ്മി പോലെ ഈ ഇൻഫിനിക്സ് എന്നുള്ളൊരു ബ്രാൻഡും ഒരു ചൈനീസ് കമ്പനിയാണ്. ട്രാൻഷൻ ഹോൾഡിങ്സ് ആണ് ഇതിൻ്റെ പാരന്റ് കമ്പനി. ഈ ട്രാൻഷൻ ഹോൾഡിങ്സിൻ്റെ കീഴിൽ വരുന്നതാണ് ഇൻഫിനിക്സ്, ടെക്നോ, ഐറ്റൽ എന്നീ മൊബൈൽ ബ്രാൻഡ്സ് എല്ലാം. ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5G എന്നുള്ളൊരു ഫോൺ ഇൻഫിനിക്സ് ആൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഫോണും ഇപ്പോൾ ഇൻഫിനിക്സ് ഈ ലോഞ്ച് ചെയ്തിട്ടുള്ള ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ എന്നുള്ള ഈ ഒരു ഫോണും തമ്മിൽ ഒരു ബന്ധമില്ല. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതിൻ്റെ അകത്തായിട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഒരു LED ഫ്ലാഷുമാണ് കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രെയിമും പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. ഈ ഫോൺ ടോട്ടലായിട്ട് 3 കളർ വേരിയൻറ്റിൽ വരുന്നുണ്ട്: വൈറ്റ്, ബ്ലൂ, ഗ്രേ. ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഓവർ നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടനും പവർ ബട്ടനും കൊടുത്തിട്ടുള്ളത്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ സിം കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഇതിലൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് 3.5mm ഹെഡ്ഫോൺ ജാക്ക്, പ്രൈമറി മൈക്രോഫോൺ, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ എന്നിവയാണ് വരുന്നത്. ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. 192 ഗ്രാമാണ് ഈ ഫോണിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത്. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 1000 നിറ്റ്സ് ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. കോർണിംഗ് ഗോറില്ലാസിൻ്റെ 3 പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു നോച്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അധിക ബ്രാൻഡ്സും പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതൊരു നെഗറ്റീവ് അല്ല, അത് ഡിസൈൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഈ ഫോണിൽ വരുന്ന പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G99 പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊരു 6 നാനോമീറ്റർ ടെക്നോളജിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന പ്രോസസ്സറാണ്. മാലി G57 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു കിടിലം പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ G99 ഒരു കിടിലം പ്രോസസ്സർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മീഡിയ ടെക്കിൻ്റെ G90 സീരീസിൽ 6 നാനോമീറ്റർ ടെക്നോളജിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ പ്രോസസ്സർ ആയിരിക്കും ഈ G99. ഈ ഫോണിൽ 5G സപ്പോർട്ട് ഇല്ല, 4G മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഈ ഫോണിൽ 5000 mAh ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ആ ചാർജർ നമുക്ക് ബോക്സിൻ്റെ കൂടെ തന്നെ ഇൻഫിനിക്സ് തരുന്നുണ്ട്. പിന്നെ ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 വരുന്നത്. XOS ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. XOS കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു OS ആണ്. ഒരുപാട് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇൻഫിനിക്സിൻ്റെ ഫോൺസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഫോൺ വാങ്ങുന്നവർക്ക് അതൊരു ഉപകാരമായേക്കാം. അപ്പോൾ അടുത്തായിട്ട് ഈ ഫോൺസിൽ വരുന്ന ക്യാമറനെ കുറിച്ച് നോക്കാം. ബാക്ക് സൈഡിലായിട്ട് ഒരു 3 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 2 ബേസ്ഡ് ആയിട്ടുള്ള ക്യാമറയാണ്. 108 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും പിന്നെ ഒരു AI ലെൻസും. ഈ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ മാത്രമേ ഒരു പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ആയിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. ബാക്കി 2 വേസ്റ്റാണ്. വെറുതെ കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഈ 2 ക്യാമറസും കൊടുത്തിട്ടുള്ളത്. ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഡീസൻറ്റ് ഔട്ട്പുട്ട് കിട്ടും. കാരണം ഇപ്പോൾ മെഗാ പിക്സലിൻ്റെ കൗണ്ട് കൊണ്ട് ക്വാളിറ്റി അത്ര ഇൻക്രീസ് ആവുന്നില്ല. നോർമൽ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നതാണ്. പിന്നെ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ കിട്ടുന്ന കണ്ടൻസ് എന്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോൺ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ചാർജിങ് അഡാപ്റ്റർ, ടൈപ്പ് സി കേബിൾ, പിന്നെ നമുക്ക് പ്രൊട്ടക്റ്റീവ് കേസ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ കൂടെ തന്നെ സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്. അത് മേ ബി പ്രീ അപ്ലൈഡ് ആയിരിക്കില്ല, സെപ്പറേറ്റ് ആയിരിക്കും. ഇൻഫിനിക്സിൻ്റെ അധികം ഫോൺസിലും അവർ കൊടുക്കാറ്. ഇതിലും അതേപോലെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സിം ഇജക്ടർ ടൂൾ, പിന്നെ ഡോക്യുമെൻറ്റേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ അകത്തായിട്ട് വരിക. ഫൈനലി ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. ഈ ഫോൺ 8GB 256GB എന്ന ഒരൊറ്റ വേരിയൻറ്റിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 16,999 രൂപയാണ്. ഈ ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോൺ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുക. ഈ ഫോണ് ഫ്ലിപ്കാർട്ടിൽ ഓഫേഴ്സ് ഉണ്ട്. ഈ ഫോൺ പ്രീപെയ്ഡ് ഓർഡർ ചെയ്യുന്നവർക്ക് 1500 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി അല്ലാണ്ട് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുത്ത് ഈ ഫോൺ വാങ്ങാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. പിന്നെ 500 റുപ്പീസിൻ്റെ ഒരു കോയിൻ ഡിസ്കൗണ്ട് ഉണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഈ ഒരു ഫോണിന് 2000 രൂപയുടെ ഓഫറാണ് ഇപ്പോൾ ഉള്ളത്.
ആ ഒരു ഓഫർ വെച്ച് വാങ്ങുകയാണെങ്കിൽ ഈ ഫോൺ നമുക്ക് 14,999 രൂപയ്ക്ക് കിട്ടും. ആക്ച്വലി ഈ ഫോൺ ഈ പ്രൈസിൽ വർത്താണോ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വർത്താണ്. കാരണം ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് ഇത് ശരിക്കും ഒരു നല്ല ഫോൺ തന്നെയാണ്. ഈ ഫോൺ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇതിലെ സ്റ്റോറേജ് തന്നെയാണ്. 8GB 256GB സ്റ്റോറേജ് വേരിയൻ്റാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു ബ്രാൻഡ്സും 256GB സ്റ്റോറേജ് വേരിയൻറ്റ് കൊടുക്കുന്നില്ല. ഈ ഫോണിൽ ക്യാമറ കുറച്ച് അഡ്വാൻറ്റേജ് ആണ്. 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്, ഫ്രണ്ട് സൈഡിൽ 16 മെഗാ പിക്സലിൻ്റെ വരുന്നുണ്ട്. അത്രക്ക് വലിയ ക്വാളിറ്റി ഒന്നും 108 മെഗാ പിക്സലിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. നോർമൽ നമ്മൾ 50 മെഗാ പിക്സൽ അല്ലെങ്കിൽ 64 മെഗാ പിക്സൽ എടുക്കുന്ന ആ ക്വാളിറ്റി അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അധികം അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. 108 വെറും നമ്പറിൽ മാത്രമാണ് 108 ഉള്ളത്. അത് ഇമേജ് പ്രോസസ്സിങ്ങിൽ ആ ഒരു ക്വാളിറ്റി കാണുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ ഫോണിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ ഒരു ഡീസൻറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഓവറോൾ ഈ ഫോൺ ആർക്കാ സൂട്ട് ആവാൻ ചോദിക്കുകയാണെങ്കിൽ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ അതൊക്കെ അധികം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, പിന്നെ ഒരുപാട് ഫോട്ടോസ് സ്റ്റോർ ചെയ്ത് വെക്കണം, വീഡിയോസ് സ്റ്റോർ ചെയ്ത് വെക്കണം, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് വേണമെന്നുള്ള ആളുകൾക്ക് ഈ ഫോൺ പെർഫെക്റ്റ് ആണ്. പിന്നെ ഇൻഫിനിക്സ് എന്നുള്ള ബ്രാൻഡിനെ കുറിച്ച് പറയാനുള്ള ഒരു കുറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ആക്സസറീസ് അത്രത്തോളം കിട്ടണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഇൻഫിനിക്സ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല നല്ല ഫോൺസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫിനിക്സിൻ്റെ ഫോൺസിന് ആവശ്യമായ ആക്സസറീസ് ഒന്നും മാർക്കറ്റിൽ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഫോൺ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ് ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പ്രോസസ്സിങ്ങിലും ഈ ഒരു മീഡിയ ടെക്കിൻ്റെ Helio G99 എന്നുള്ള പ്രോസസ്സർ ഒരു കിടിലൻ പ്രോസസ്സർ തന്നെയാണ്. ഓവറോൾ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് ഇൻഫിനിക്സിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും 6 മണിയാവുന്ന സമയത്ത് വീഡിയോസ് പബ്ലിഷ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.